സ്റ്റാൻഡേർഡ് കൺസ്ട്രക്ഷനിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ പല ജില്ലയിൽ വരുന്ന ആളുകളായിരുന്നു. അപ്പം ഓൺലൈൻ ബാച്ച് ഫോൺ തിരിച്ചാണ് അറേഞ്ച് ചെയ്തത്. അപ്പം വരാനൊക്കെ എളുപ്പമായിരുന്നു. വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറേയൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐഡിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ക്ലിയർ ആകാൻ പറ്റി. കുറേ ഡൗട്ടൊക്കെ ക്ലിയറായി, കുറേയൊക്കെ പഠിക്കാൻ പറ്റി. ഓൺലൈൻ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഐഡി കൂടെ തന്നപ്പോൾ വർക്കൗട്ട് എളുപ്പം. ഞങ്ങൾ പല ജില്ലയിൽ വരുന്ന ആളുകളായിരുന്നു. അപ്പം ഓൺലൈൻ ബാച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറേയൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐഡിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ക്ലിയർ ആകാൻ പറ്റി. പിന്നെ നമ്മൾ ഒന്നിച്ച് വരാനും ഒക്കെ ഫോൺ തിരിച്ചാണ് അറേഞ്ച് ചെയ്തത്. അപ്പം വരാനൊക്കെ എളുപ്പമായിരുന്നു. കുറേ ഡൗട്ടൊക്കെ ക്ലിയറായി, കുറേയൊക്കെ പഠിക്കാൻ പറ്റി. ഓൺലൈൻ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഐഡിയും കൂടെ തന്നപ്പോൾ വർക്കൗട്ട് എളുപ്പമായിരുന്നു. വേറെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് ഒരുപാട് ക്ലിയറായി. ഇനിയും വരുന്ന സെഷൻസിൽ ബാക്കി തന്നെ കുറേ ക്ലിയർ ആവും. ഓക്കെയാണ്. കൂടുതലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആർക്കിടെക്ട് ഡിസൈനിങ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആയതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് കൺസ്ട്രക്ഷനിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട് കാണുന്ന പോലെ ഉള്ള ഒരു ഹൈറ്റുകളോ അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബീം സ്ട്രക്ചേഴ്സ്, അതായത് കോളം ബീമൊക്കെ വരുന്ന സ്ട്രക്ചറൽ ഡിസൈനുകളോ ആയിരിക്കില്ല. കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടായിരിക്കും സ്റ്റാൻഡേർഡ് കൺസ്ട്രക്ഷൻ. ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് അത് ഓപ്പൺ അവിടെ വോളില്ല, മനസ്സിലായോ? അവിടെ സെൻട്രൽ ലൈനത്തെ വെച്ചെടുക്കുമ്പോൾ താഴത്തെ പ്രിന്റിൻ്റെ ബീമിൻ്റെ മാത്രമേ സെൻട്രൽ ലൈൻ വരുള്ളൂ. അതൊരിക്കലും മറ്റേ വോളിനുള്ള സെൻട്രൽ ലൈനാണ്. വോളിന് എടുത്താൽ ഡിറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ഫോർ എടുക്കുമ്പോൾ ഡോർ ഓപ്പണിംഗ്, വിൻഡോ ഓപ്പണിംഗ്, വിൻഡോ മറ്റേ ഡിറക്ഷൻസുകൾ ഇനി അവിടെ നമ്മളെ കുറച്ചൊരു ഡിസൈനായിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ഡിറക്ഷൻ ചെയ്യുന്നത്. കാരണം അവിടെ ഒന്നും വോളുകളില്ല. നമുക്ക് ഈ സൈറ്റ് സെറ്റ് ചെയ്ത് തന്നത് അരുൺ ജയ്പാൽ സാറാണ്, ആർക്കിടെക്റ്റാണ് അദ്ദേഹം. ദെൻ നമ്മുടെ ഈ സൈറ്റിൻ്റെ ഓണർ കിരൺ ജോസ് എന്ന് പറയുന്ന സാറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റ് നമുക്ക് വേണ്ടി ഇത്രയും എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാൻ പെർമിഷൻ തന്നവർക്ക് നമുക്കൊരു താങ്ക്സ് പറയുന്നുണ്ട്.